കുവൈറ്റിലെ മംഗഫിൽ തൊഴിലാളി ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ 11 മലയാളികൾ ഉൾപ്പെടെ 49 പേർക്ക് ദാരുണാന്ത്യം. നിരവധി പേർക്ക് ഗുരുതരമായി പരുക്കേറ്റു. വിവിധ ആശുപത്രികളിൽ കഴിയുന്നവരെ കുവൈറ്റിലെ ഇന്ത്യൻ സ്ഥാനപതി ആദർ സ്വൈക്ക് സന്ദർശിച്ചു. സ്ഥിതി വിലയിരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗം വിളിച്ചു. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് ഉടൻ കുവൈറ്റിലെത്തും. ഇന്ന് പുലർച്ചെ മംഗഫിലെ ഇന്ത്യക്കാർ താമസിക്കുന്ന തൊഴിലാളി ക്യാമ്പിലാണ് തീപിടുത്തമുണ്ടായത്. കെട്ടിടത്തിന്റെ താഴത്തെ നിലയിലെ ഗ്യാസ് സിലിണ്ടറുകളിൽ തീപിടിച്ചതാണ് അപകട കാരണം. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് റിപ്പോർട്ട്. വിഷപ്പുക ശ്വസിച്ച് ചിലർ പ്രാണരക്ഷാർത്ഥം കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടിയതായാണ് റിപ്പോർട്ട്. അപകടത്തിൽ പരുക്കേറ്റ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ളവരെ കുവൈറ്റിലെ ഇന്ത്യൻ സ്ഥാനപതി ആദർ സ്വൈക്ക് സന്ദർശിച്ചു. It's a very unfortunate fire accident happened today morning in Mangaf area, and I'm very sad to tell you that several Indian nationals who were living there have died and several have been hospitalized. But the good news also is that those who have been hospitalized, most of them are stable. We have established a 24/7 helpline to give information, whatever information we have, whatever updates we have from the hospital to the families of those injured. കൊല്ലം, പത്തനംതിട്ട, കാസർഗോഡ് ജില്ലകളിൽ നിന്നുള്ളവർ മരിച്ചവരിൽ ഉൾപ്പെടുന്നു. മരണവിവരം സുഹൃത്തുക്കളാണ് വിളിച്ചറിയിച്ചതെന്നും ഇതുവരെ ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്നും മരിച്ച കൊല്ലം സ്വദേശി ഷമീറിന്റെ പിതാവ് 24-നോട് പറഞ്ഞു. അപകടത്തിൽ കുവൈറ്റ് അമീർ ഷെയ്ഖ് മിഷ് അൽ അഹമ്മദ് അൽ സബ, കിരീടാവകാശി സബ അൽ ഖാലിദ് അൽ സബ എന്നിവർ ദുഃഖം രേഖപ്പെടുത്തി. രക്ഷാപ്രവർത്തനം ഊർജിതമാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര വിദേശകാര്യമന്ത്രിക്ക് കത്തയച്ചു. എല്ലാ സഹായവും ഉറപ്പാക്കുമെന്ന് എക്സിലൂടെ അറിയിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ഥിതി വിലയിരുത്താൻ യോഗം വിളിച്ചു. നടപടികൾ ഏകോപിപ്പിക്കാൻ വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് കുവൈറ്റിലെത്തും. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.